വന്നോ? നിന്റെ കെട്ടിയം വിളിച്ചതാ. ആവണി 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 എടാ പ്രകാശം പിടിക്കണ. ആവണി എഴുന്നേക്ക്, അഞ്ചു പിടിക്ക്. ആവണി വേണ്ട ഏട്ടാ. എന്താ എന്താ പറ്റിയത്? വയറടിച്ച് വീണതാ അമ്മ. നിങ്ങളുടെ കൂടെ എന്തായാലും ഏട്ടത്തിനെ ഒറ്റയ്ക്ക് വിടില്ല, ഞാനും കൂടെ വരാം. എടുത്ത് കയറി. ഇനി പറ, എന്താ സംഭവിച്ചത്? അമ്മ പിടിച്ച് തള്ളിയതാ അച്ഛമ്മ. വയറ് പോയിടിച്ചു. ഞാൻ തള്ളിയതൊന്നും അല്ലമ്മ. ഇടക്കേറി വന്നപ്പോ ഒന്ന് പിടിച്ചു മാറ്റി. പിന്നെ എങ്ങനെയാണല്ലോ പിടിച്ചാറ്റുന്നത്? മോളകത്തോട്ട് ചെല്ല്, അച്ഛമ്മ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. നല്ല വഴക്ക് കൊടുക്കണം കേട്ടോ അച്ഛമ്മ. ഞാൻ അറിഞ്ഞോട് തള്ളിയല്ല, അറിയാതെ തള്ളിയതാ. അപ്പൊ കിച്ചന്റെ സ്ലാബിൽ ഇടിച്ചു. ഉറപ്പാണോ? നല്ല പോലെ ഇടിച്ചായിരുന്നു. അറിയാതെ ചെയ്താന്നല്ലേ പറഞ്ഞ? അറിയാതെ ചെയ്താലും അറിഞ്ഞു ചെയ്താലും വൃത്തിയായിട്ട് വേണം ചെയ്യാൻ. അവസരങ്ങൾ വല്ലപ്പോഴേ കിട്ടുള്ളൂ, അത് വിനിയോഗിക്കാൻ പഠിക്കണം. ദേവു, അമ്മേന്റെ കുട്ടി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. കഴിക്കുമോണ? എനിക്കൊന്നും വേണ്ട. വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, കഴിക്ക്. എനിക്ക് അമ്മേന്റെ കൈ കൊണ്ട് ഒന്നും വേണ്ട. എനിക്ക് അമ്മയെ പേടിയാ. ദേവു, അമ്മ മോളോട് ദേഷ്യപ്പെട്ടാലും പെട്ടെന്ന് തന്നെ സ്നേഹത്തോടെ പെരുമാറില്ലേ? പിന്നെന്താ കുഴപ്പം? എന്നിട്ടാണോ അമ്മ വാണിയമ്മക്ക് വയ്യാതിരുന്നപ്പോ തിരിഞ്ഞോല്ലോ നോക്കാതിരുന്നത്? അത് അമ്മയും വാണിയമ്മയും കൂടി ഒരു കോമ്പറ്റീഷൻ നടക്കുമല്ലേ. ഇപ്പൊ ദേവുന് സ്കൂളിൽ കോമ്പറ്റീഷൻ വന്നാ ദേവു നല്ലപോലെ പെർഫോം ചെയ്യില്ലേ? ഇതാണോ കോമ്പറ്റീഷൻ? വയ്യാതിരിക്കുന്നവരെ നോക്കാതെ എന്ത് കോമ്പറ്റീഷൻ? അതൊന്നും പറഞ്ഞാൽ അമ്മക്ക് മനസ്സിലാവില്ല. എന്താണ്, ദേവുന് ഭക്ഷണം കഴിക്കാൻ മടിയാണോ? അച്ഛമ്മ, ഈ അമ്മ വാണിയമ്മക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ നോക്കിയില്ല. അതാണോ കാര്യം? വാണിയമ്മക്ക് വയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആരും നോക്കില്ല. അതെന്താ അങ്ങനെ? അത് ആരും പറഞ്ഞാ കേൾക്കാത്ത, ആരെയും അനുസരിക്കാത്ത കുട്ടികളെ ടീച്ചർമാർക്ക് ഇഷ്ടമാണോ? ഇല്ല. ആ, അതുപോലെ ഇവിടെ വാണിയമ്മയും ആരും പറഞ്ഞാ അനുസരിക്കാത്ത കുട്ടി. അതുകൊണ്ട് ഇപ്പൊ വാണിയമ്മയെ ആർക്കും ഇഷ്ടമല്ല. ഇനി അവളെ പറ്റി വലിയ ചർച്ചയൊന്നും ഈ വീട്ടിൽ വേണ്ട. ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഭക്ഷണം കഴിക്കുന്നില്ലേ കൊടുക്കണ്ട, വിശക്കുമ്പോ താനെ കഴിച്ചോളൂ. ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? വിളിച്ചിട്ട് കിട്ടിയില്ല. വിളിച്ച ഉടനെ എന്നെ അറിയിക്കണം. ശരിയമ്മ. ശരിക്കും ഡ്രാക്കുള തന്നെ.